Yes. Hello, everyone. Welcome to Rahil's Academy. യെസ് അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യാ ലേണിംഗ് തിയറീസിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്നെ കാണുന്നില്ലേ ഉണ്ടല്ലേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ് ബിഹേവിയറൽ ലേണിംഗ് തിയറി. ഓക്കെ, നമ്മൾ അതിനെ പിന്നെ കോമൺ ആയിട്ട് എല്ലാവരും ഷോർട്ട് ഫോം ആക്കിയിട്ട് വിളിക്കുന്ന ഒരു പേരുണ്ട് BRT കേട്ടോ. അതോ എഴുതിക്കോ, നിങ്ങൾ അത് നോട്ട് ഡൗൺ ചെയ്യുന്ന സമയത്ത് ആ ഒരു കോൺസെപ്റ്റും കൂടി നിങ്ങൾ എഴുതിക്കോ, കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യണ്ട. അപ്പൊ ബിഹേവിയറൽ ലേണിംഗ് തിയറി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലേണിംഗ് തിയറിയാണ്. അതിന്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഒക്കെ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോ നമുക്ക് പിന്നെ എന്താണ് ഈ ഒരു ടോപ്പിക്കിൽ ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ല, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. നമ്മുടെയൊക്കെ ലൈഫിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. പക്ഷെ പേര് കേൾക്കുമ്പോൾ ഭയങ്കര ഓപ്പറന്റ് കണ്ടീഷനിങ്, ക്ലാസിക്കൽ കണ്ടീഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഭയങ്കര ഒരു പേടിപ്പെടുത്തുന്ന രീതിയിലൊക്കെ വരും. പക്ഷെ അതൊന്നും നിങ്ങൾ വലിയ എന്താ പറയാ ഒരു ബുദ്ധിമുട്ടായിട്ട് കാണരുത്. നമുക്ക് ഈസി ആയിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഇതിലൊക്കെ പറയുന്നുള്ളൂ. ഓക്കെ, നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, ക്ലാസ്സിന്റെ ഓരോ പ്രധാനപ്പെട്ട പോയിന്റ്സ് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ഇനി വരും സ്റ്റാർട്ടിംഗ് സെഷൻ. അപ്പോൾ ബിഹേവിയർ ലേണിംഗ് തിയറി എന്ന് പറയുമ്പോൾ എന്താണ്? ലേണിംഗ് ത്രൂ എക്സ്പീരിയൻസ് ആൻഡ് കണ്ടീഷനിങ്. ഇതാണ് ഇതിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് കേട്ടോ. ഇതിന്റെ ഒരു ഓവറോൾ കംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ബിഹേവിയറൽ ലേണിംഗ് തിയറി, അല്ലെങ്കിൽ BLT കേട്ടോ, BRT അല്ലേ, സോറി കേട്ടോ, BLT. അപ്പോൾ ബിഹേവിയറൽ ലേണിംഗ് തിയറി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ എക്സ്പീരിയൻസ് വഴിയും അതുപോലെ തന്നെ കണ്ടീഷനിങ് വഴിയും നമ്മൾ ലേൺ ചെയ്യുന്ന ഒരു തിയറിറ്റിക്കൽ പെർസ്പെക്റ്റീവ് ആണ് ബിഹേവിയറൽ ലേണിംഗ് തിയറി എന്ന് പറയുന്നത്. ഒന്നുമില്ല അല്ലെ, എക്സ്പീരിയൻസ് വഴി കാര്യങ്ങൾ പഠിക്കുക, അതുപോലെ തന്നെ കണ്ടീഷനിങ്ങും വഴി എന്ത് ചെയ്യുക, നമ്മൾ ലേൺ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ലേൺ ചെയ്യുമ്പോഴാണ് കാര്യങ്ങളെ പറ്റി ഒരു ധാരണ ഉണ്ടാവുക എന്ന് പ്രൊപ്പൗണ്ട് ചെയ്തിട്ടുള്ള ഒരു തിയറിയാണ് ബിഹേവിയറൽ ലേണിംഗ് തിയറി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ലേണിംഗ് ത്രൂ എക്സ്പീരിയൻസ് ആൻഡ് കണ്ടീഷനിങ് എന്നുള്ളതാണ് ബിഹേവിയർ ലേണിംഗ് തിയറിയുടെ ഒരു കോർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അണ്ടർസ്റ്റുഡ്? യാ. ഇതെന്താണ്? ഈ ഈ ബിഹേവിയർ ലേണിംഗ് തിയറി തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് തിയറീസ് ഉണ്ട്, നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യും. ഈ ബിഹേവിയർ ലേണിംഗ് തിയറിയിൽ കൂടുതലായിട്ടും ഈ വിഷയത്തെ പറ്റി എക്സ്പ്ലെയിൻ ഡിസ്കസ് ചെയ്തിട്ടുള്ള സൈക്കോളജിസ്റ്റുകൾ ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സൺ, സ്കിന്നർ ആൻഡ് പാവ്ലോവ് ആണ്. ഓക്കെ, ഇവർ ഏതൊക്കെയാണ് ഇവർ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ പ്രൊപ്പൗണ്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ഭാഗത്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലായില്ലേ? അതായത് ഫേസിങ് റിയൽ സിറ്റുവേഷൻ. നമ്മള് ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ പറയാണ്, പിന്നെ അതായത് ചെറുപ്പത്തിലൊക്കെ നമുക്കുള്ള ഒരു കാര്യമാണ്, നമ്മൾ സമയത്തിന് കാര്യങ്ങൾ ചെയ്യാതെ. എനിക്കൊക്കെ പണ്ടത് ആ ഒരു ശീലം ഉണ്ടായിരുന്നു, ഞാൻ ഒന്നും സമയത്തൊന്നും ചെയ്യില്ല, ഞാൻ എല്ലാം ലേറ്റ് ആകും. അങ്ങനെ എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എനിക്കൊരു അസിസ്റ്റന്റ് പ്രൊഫസർ ജോബിന് വേണ്ടിയിട്ടുള്ള ഒരു ജോബ് ഞാൻ ഡൽഹിയിലുള്ള സമയത്ത് എനിക്ക് ആ ഒരു ജോബ് കിട്ടാതെയായി. ഞാൻ ലേറ്റ് ആയിട്ട് എത്തി, എനിക്ക് 10 മണിക്ക് ഇന്റർവ്യൂ പറഞ്ഞു. അപ്പൊ മെട്രോനായിരുന്നു പോകുന്നത്, മെട്രോയിൽ ഭയങ്കര തിരക്കായത് കൊണ്ട് എനിക്ക് 2-3 മെട്രോ മിസ്സായി. അങ്ങനെ ഞാൻ എത്തുന്നത് 10:20 സംതിങ് 25 അങ്ങനെ എന്തോ ആണ്. പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, ആ ഒരു ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം എന്നോട് പണ്ടേ എൻ്റെ പേരൻസും എൻ്റെ പിന്നെ ഫാക്കൽറ്റീസും, ഞാനൊക്കെ അസൈൻമെന്റ് ഒക്കെ വെക്കാൻ ഭയങ്കര ലേറ്റ് ആവും, പറയും റാഹിലെ നിന്റെ ഈ ഒരു ക്യാരക്ടർ, അതായത് എല്ലാം ലേറ്റ് ആക്കുക എന്നുള്ളൊരു സ്വഭാവം നീ പെട്ടെന്ന് മാറ്റണം. അപ്പൊ ഞാൻ അതൊന്നും വിഷയമില്ലാത്ത രീതിയിലായി. പക്ഷെ എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ ഇപ്പോഴും എനിക്ക് അതൊരിക്കലും മറക്കാത്തൊരു ഓർമ്മയായിട്ട് നിൽക്കുന്നത് എൻ്റെ ഈ ഒരു ഇഷ്ടപ്പെട്ട ഒരു ജോബ് എനിക്ക് മിസ് ഔട്ട് ആയി. ഫൈൻ, ദാറ്റ്സ് എ ഗോഡ്സ് പ്ലാൻ. പറയുന്നത് ഗോഡ്സ് പ്ലാൻ എന്ന് പറയുന്നില്ല, എൻ്റെ തീരുമാനം. ഞാൻ തന്നെ എൻ്റെ കെയർലെസ് കൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടത് തന്നെയാണ്. ബട്ട് അപ്പൊ അതാണ് നമ്മൾ ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ടാകും അല്ലെ. നമ്മൾ എക്സ്പീരിയൻസിലൂടെ പഠിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാല് അതൊരു വല്ലാത്തൊരു പടി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി എക്സ്പീരിയൻസ് വഴി കാര്യങ്ങൾ പഠിക്കുന്നതല്ലേ. ഇപ്പം നമ്മള് ഈ മനസ്സൊക്കെ ഒന്ന് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ, എനിക്ക് ലൈഫിന്റെ ഗ്രോത്തിൽ മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ലൈഫിൽ ഒരുപാട് നമ്മളെ ഈ എന്താ പറയാ ഡൗൺസുകൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അത് എക്സ്പീരിയൻസ് ചെയ്യണം. എങ്ങനെയാണ് നമ്മൾ ആ ഒരു ഡൗൺ ആയിട്ടുള്ള ലൈഫിന്റെ ഡൗൺസ് നമ്മൾ റിക്കവർ ചെയ്ത് വരിക. ഓക്കെ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം. അപ്പൊ നമ്മൾ ആ വിഷയങ്ങളെ പറ്റി നമ്മൾ കൃത്യമായിട്ട് അതിനെപ്പറ്റി പഠിക്കാൻ പറ്റും. അപ്പൊ അതാണ് ഈ പറയുന്നത് ലേണിംഗ് ത്രൂ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ബിസിനസ്സുകൾ, നമ്മളൊരു പുതിയ ബിസിനസ് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ബിസിനസ് മേഖല, നമ്മൾ ഇഷ്ടപ്പെടുന്ന ബിസിനസ് മേഖലയിൽ നമ്മൾ ഇറങ്ങിയിട്ട് അത്
എക്സ്പീരിയൻസ്ഡ് ആവുക ആ മേഖലയിൽ. എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, എങ്ങനെയാണ് പിന്നെ ഫിനാൻസ് കൺട്രോൾ ചെയ്യുന്നത്, എങ്ങനെയാണ് സ്റ്റാഫ്സിനെ കൺട്രോൾ ചെയ്യേണ്ടത്, വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ എത്ര കൈമിൽ വെക്കണം, അതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് വഴിയാണല്ലോ കാര്യങ്ങളൊക്കെ പഠിക്കുക. അതാണ് ഈ പറയുന്ന എക്സ്പീരിയൻസ് എന്നുള്ള ഒരു പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെന്താണ് കണ്ടീഷനിങ് ആട്ടോ. കണ്ടീഷനിങ് എന്ന് പറയുമ്പോൾ എന്താണ്? അസോസിയേഷൻ ബിറ്റ്വീൻ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാനും വേണ്ടി, കാരണം ഇത് അധികം ആൾക്കും കുറച്ചൊരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഈ കണ്ടീഷനിങ് എന്നുള്ളത്. ഞാൻ ഒറ്റ എക്സാമ്പിൾ ഞാൻ കാര്യങ്ങൾ തീർത്തുതരാം, ഒന്നുമില്ല. നമ്മൾ എന്താണ് തീ തീയിൽ നമ്മൾ എന്ത് ചെയ്യും? ഇനി തീയിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിപ്പോ ചൂടുള്ള ഒരു പദാർത്ഥത്തിന്റെ മുകളിൽ നമ്മളെ കൈ വന്നു. ഓക്കെ, ഇതൊരു പദാർത്ഥമാണ്. ഓക്കെ, കാണുന്നില്ലേ? ഇതൊരു പദാർത്ഥമാണ്, ഇതുള്ള ചൂടുള്ള പദാർത്ഥമാണ്. ഇവിടെ എൻ്റെ കൈ ഞാൻ അറിയാതെ വെച്ചുപോയി. ഓക്കെ, അപ്പോ ഈ വെച്ചു പോകുന്ന ആ ഒരു ആക്ടിവിറ്റി ഉണ്ടല്ലോ, അതായത് ചൂടായിട്ടുള്ള ഒരു പദാർത്ഥത്തിന്റെ മുകളിൽ എൻ്റെ കൈ വെച്ചപ്പോൾ അതെന്താണ്? അതൊരു സ്റ്റിമുലിയാണ്. എന്റെ ബ്രെയിനിലേക്ക് എന്ത് ചെയ്യുന്നു? അപ്പൊ തന്നെ ഒരു നോട്ട് പോകും. അതായത് രാഹിൽ, നിന്റെ കൈ വെച്ചിരിക്കുന്നത് ചൂടുള്ള ഒരു പദാർത്ഥത്തിന്റെ മുകളിലാണ്. എന്റെ ബ്രെയിനിനോട് പറയാണ് അത് നിന്റെ എന്താണ് സ്കിന്നിനെ ഡെഫക്ട് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? എന്റെ മൈൻഡ് എന്റെ കയ്യിലേക്ക് റിയാക്ഷൻ പോകും. അപ്പൊ ഞാൻ ഇതിനെ കൈ എടുക്കും. അതാണ് റെസ്പോൺസ്. സ്റ്റിമുലി എന്ന് പറയുമ്പം അതായത് ആ തൊട്ടപ്പോ ഉണ്ടായ ഒരു ഫീൽ എന്റെ ബ്രെയിനിലേക്ക് പോയി, ബ്രെയിന് നേരെ എന്ത് ചെയ്യും? എന്റെ കയ്യിലേക്ക് വന്നു ആ ഒരു ഇൻഫോർമേഷൻ, കൈ എടുക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഇതാണ് ഈ സ്റ്റിമുലസ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇതിപ്പോ ഒരു തീന്റെ മുകളിൽ വെച്ചതാവാം. ഇനി നമ്മൾ ഈ സ്റ്റിമുലസിന് പല രീതിയിലുണ്ട്, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്യട്ടോ. അതായത് ഇപ്പോ നമ്മൾ അടി കിട്ടുന്ന പേടിച്ചിട്ട് നമ്മൾ പഠിക്കുക, അതുപോലെ തന്നെ നമുക്ക് ചോക്ലേറ്റ് കിട്ടുന്നത് പിന്നെ വിചാരിച്ചിട്ട് നമ്മൾ കൂടുതൽ പഠിക്കുക. ഓക്കെ, അങ്ങനെ ഒരുപാട് സ്റ്റിമുലസ് വഴി നമ്മൾ എന്ത് ചെയ്യും? അതിനെ റെസ്പോൺസ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ ആ ഒരു ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ടീഷനിങ് എന്നുള്ളൊരു ഭാഗത്ത് നമ്മൾ അതിന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പം ഈ കണ്ടീഷനിങ്ങിൽ എന്തുണ്ട്? പ്രധാനമായിട്ട് രണ്ട് ടൈപ്സ് ഓഫ് കണ്ടീഷനിങ് ഉണ്ട്. ഒന്നെന്താണ്? ക്ലാസിക്കൽ കണ്ടീഷനിങ് ഉണ്ട്, അതുപോലെ തന്നെ ഓപ്പറാൻഡ് കണ്ടീഷനിങ് ഉണ്ട്. ഓക്കെ, നമുക്ക് അതിന് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എന്താണ് ക്ലാസിക്കൽ, എന്താണ് ഓപ്പറാൻഡിങ് എന്നുള്ളത്. ഓക്കെ, ക്ലാസിക്കൽ കണ്ടീഷനിങ് പ്രൊപ്പോണ്ട് ചെയ്തത് ആരാണ്? എഴുതണേ. ക്ലാസിക്കൽ കണ്ടീഷനിങ് പ്രൊപ്പോണ്ട് ചെയ്യേണ്ടത് ആരാണ്? പാവ്ലോവ് ആണ്. അപ്പോ നമ്മൾ പറഞ്ഞു ലേണിംഗ് തിയറീസ് ഉണ്ട്, ലേണിംഗ് തിയറി ഉണ്ട്. അതിലുള്ള ഒരു തിയറിയാണ് ബിഹേവിയറൽ ലേണിംഗ് തിയറി, BLT. അതിൽ തന്നെ രണ്ട് ടൈപ്പ് ഓഫ് തിയറി ഉണ്ട്, ക്ലാസിക്കല് അതുപോലെ ഓപ്പറാൻഡ്. ഇതാ ഞാൻ പറഞ്ഞത്, ഇതിനെന്ത് പഠിക്കണം? സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം. ഇതുപോലെ വരച്ച് വരച്ച് പഠിക്കണം. അതായത് ഒരു പേപ്പർ ഒരു സൈഡിൽ കുറച്ച് സ്പേസ് വെച്ചോ, അതായത് നമുക്ക് ഇതിനെ കണക്ട് ചെയ്ത് പഠിച്ചു പോവാം. അപ്പൊ ഇപ്പൊ ലേണിംഗ് തിയറി ഇനിയിപ്പോ നമുക്ക് നെക്സ്റ്റ് അടുത്ത വേറെ എന്തെങ്കിലും, ഇപ്പം സോഷ്യൽ ലേണിംഗ് തിയറി തന്നെ ചിലപ്പോൾ അതിൽ വേറെ എന്തെങ്കിലും സബ് ഓപ്ഷൻ ഉണ്ടെങ്കിലോ നമ്മളിങ്ങനെ ഓരോ കണക്ട് ചെയ്ത് ഒരു ഗ്രാഫ് രൂപത്തിൽ പഠിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് റിവൈസ് ചെയ്യുന്ന സമയത്ത് ആ ഒറ്റ ഗ്രാഫ് നോക്കി എല്ലാം കിട്ടും. ടപ്പേ 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 കയ്യിൽ പരിപാടി വരും. ജസ്റ്റ് റിവൈസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ക്ലാസിക്കൽ കണ്ടീഷൻ പ്രൊപ്പോണ്ട് ചെയ്ത ആരാണ്? പാവ്ലോവ് ആണ്. ഫൈൻ. പുള്ളിക്കാരൻ എന്താ പറയുന്നത്? നമ്മളെപ്പം ലേൺ ചെയ്യുന്നത് അസോസിയേറ്റ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ലേണിംഗ് ബൈ അസോസിയേഷൻ, അതായത് ഇൻവോൾവ്സ് സ്റ്റിമുലസ് റെസ്പോൺസ് ലിങ്ക്. അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ബിഗ് ട്രങ്ക് എലിഫന്റ് ആണ് അല്ലെ, വലിയ മൂക്കുള്ളത് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഫസ്റ്റ് വരുന്ന ഒരു കാര്യം എന്താണ്? അത് ആനയാണ്. അതാണ് ഈ സ്റ്റിമുലസ് റെസ്പോൺസ്. ഞാൻ പറഞ്ഞല്ലോ, അത് മെമ്മറി ബേസിലുണ്ട്, ചൂട് പദാർത്ഥം തൊട്ടപ്പോ അങ്ങനെ ആ ഒരു ബേസിലുണ്ട്. അങ്ങനെ ഒരുപാട് ഫാക്ടറിനനുസരിച്ച് നമുക്ക് ഈ സ്റ്റിമുലസ് റെസ്പോൺസ് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അതിനാണ് നമ്മൾ എന്ത് പറയാ? ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയാം. ഓക്കെ, ഈ പാവ്ലോവ് ആണ് അത് പ്രൊപ്പോണ്ട് ചെയ്തിട്ടുള്ളത്. അതാണ് എക്സാമിനേഷൻ വ്യൂ പോയിന്റിൽ ഈ ലേണിംഗ് ബൈ അസോസിയേഷൻ അങ്ങനെയുള്ള പോയിന്റ്സുകളൊക്കെ നിങ്ങൾ എഴുതി വെക്കണേ. ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ പാവ്ലോവ് ആണ് പ്രൊപ്പോണ്ട് ചെയ്തിട്ടുള്ളത്. ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതി വെക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എന്താണ്? ബിഗ് ട്രങ്ക് എന്ന് പറയുമ്പോൾ എലിഫന്റ് ആണ്. ആ ഒരു എക്സാമ്പിൾ ആണ് നമുക്ക് അവിടെ എന്ത് ചെയ്യുക? ചിലപ്പോൾ നമ്മൾ ആ ഒരു വലിയ മൂക്ക് എന്ന് പറയുമ്പോൾ ആനയാണെന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഓർമ്മ പോവുകയാണ്. ഓക്കെ, പിന്നെന്താണ്? നെക്സ്റ്റ് വൺ എന്താണ്? ഓപ്പറാൻഡ് കണ്ടീഷനിങ് ആണ്. ഇത് പ്രൊപ്പോണ്ട് ചെയ്ത ആരാണ്? സ്കിന്നർ ആണ് കേട്ടോ. സ്കിന്നർ എന്ന് പറഞ്ഞ ഒരു സൈക്കോളജിസ്റ്റ് ആണ് ഈ പറയുന്ന ഓപ്പറാൻഡ് കണ്ടീഷനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ബിഹേവിയർ ലേണിംഗ് തിയറിയിൽ പ്രൊപ്പോണ്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ എന്താ പുള്ളിക്കാരൻ എന്താ പറയുന്നത്? ഇത് ലേണിംഗ് ത്രൂ റിവാർഡ് ആൻഡ് പണിഷ്മെന്റ്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ കേരളത്തിൽ ഇന്ന് എല്ലാവരും 2 ഹെൽമെറ്റ് ഇട യാത്ര ചെയ്യുന്നല്ലേ. അപ്പൊ പുറത്തുനിന്ന് കാണുന്ന ആൾ വിചാരിക്കും, ഓ എന്തൊരു സിവിക് സെൻസിൽ, നമുക്ക് സിവിക് സെൻസ് ഉള്ള ആളുകൾ തന്നെ കേട്ടോ. പിന്നെ സിവിക് സെൻസിലുള്ള ആളുകളാണ്. പക്ഷെ ഈ എൻ്റെ ഒക്കെ പ്രായമുള്ള ആളുകൾ സിവിക് സെൻസിന് പുറമെ നമ്മുടെ ഒരു പ്രായത്തിന്റെ ഒരു സംഭവം ഉണ്ട്. നമുക്ക് ഹെൽമെറ്റ് ഇടാൻ മടിയുള്ള ഒരു പ്രായം ഉണ്ടാവല്ലോ.
പക്ഷെ നമ്മൾ എന്ത് ചെയ്യാണ് ഹെൽമെറ്റ് ഇടണം, ബിക്കോസ് അതൊരു കോൺസിക്വൻസ് ഉണ്ട്. അതാണ് ഈ ഓപ്പറന്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഒരു കാര്യം, അതായത് ബൈക്ക് ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ഇടണം. എന്തുകൊണ്ട് ഹെൽമെറ്റ് ഇടണം? ഹെൽമെറ്റ് ഇട്ടില്ലെങ്കിൽ AI ക്യാമറ ഡിറ്റക്ഷൻ വരും, എനിക്ക് ഫൈൻ വരും. ഓക്കെ, അതാണ്. അപ്പോൾ ഒരു പണിഷ്മെന്റ് കാരണം ഞാൻ ഒരു കാര്യം പഠിക്കുകയാണ്, അല്ലെങ്കിൽ കാര്യം ഞാൻ ചെയ്യാണ്, അതാണ് ഈ പറയുന്ന ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അതേ സമയത്ത് ഇപ്പം റിവാർഡിന് ഇപ്പം ഞാൻ എന്തൊരു എക്സാമ്പിൾ തരിക. ഇപ്പം നമ്മൾ റിവാർഡിനനുസരിച്ച് നമ്മളിപ്പം ഒന്നുമില്ല, ഇപ്പൊ ക്ലാസ് ടോപ്പർ നമ്മൾ എന്ത് ചെയ്യാണ്, ഇപ്പൊ ക്ലാസ്സിൽ നമ്മൾ കൂടുതൽ മാർക്ക് വാങ്ങുന്ന സമയത്ത് വീട്ടിൽ നിന്ന് പറയാണ് ഫാദർ അല്ലെങ്കിൽ മദർ നമുക്ക് ചോക്ലേറ്റ് വാങ്ങിച്ചു തരുമെന്ന് പറയാണ്, കൂടുതൽ പഠിക്കുന്നു. ഓക്കെ, അപ്പോൾ റിവാർഡിന്റെയും പണിഷ്മെന്റിന്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അതിനെ നമ്മൾ എന്ത് പറയാ, ഓപ്പറാൻഡ് കണ്ടീഷനിങ് എന്ന് പറയാം കേട്ടോ. അത് പ്രൊപ്പൗണ്ട് ചെയ്തത് സ്കിന്നർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് ആണ്. ഓക്കെ, ബിഹേവിയർ ഈസ് ഷേപ്ഡ് ബൈ കോൺസിക്വൻസസ് അല്ലെ. അതായത് ഞാൻ ചെയ്യുന്ന ആക്ടിവിറ്റിയുടെ കോൺസിക്വൻസ് എന്താണോ അതിനനുസരിച്ച് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യും. അതാണ് ഈ പറയുന്ന ഓപ്പറാൻഡ് കണ്ടീഷനിങ് എന്നുള്ളൊരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് അതിലുള്ള വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു ടോപ്പിക് കേട്ടോ, ഓപ്പറാൻഡ് കണ്ടീഷനിങ്. അപ്പൊ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം നമ്മൾ എന്താ പഠിച്ചിരുന്നത്. അപ്പം ബിഹേവിയറൽ ലേണിംഗ് തിയറി നമ്മൾ ഡിസ്കസ് ചെയ്തു, അതായത് BLT അല്ലെ, ബിഹേവിയറൽ ലേണിംഗ് തിയറി എന്നുള്ളൊരു ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതെന്താ പറയുന്നത്, നമ്മൾ രണ്ട് തരത്തിലാണ് കാര്യങ്ങൾ പഠിക്കുന്നത്. ഒന്നെന്താണ് എക്സ്പീരിയൻസ് വഴി ആൻഡ് അതുപോലെ തന്നെ കണ്ടീഷനിങ് വഴി കേട്ടോ. കണ്ടീഷനിങ് വഴിയാണ് നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന കണ്ടീഷനിങ് ഉണ്ടല്ലോ, ഈ കണ്ടീഷനിങ് തന്നെ നമുക്ക് എന്തുണ്ട്, രണ്ട് ടൈപ്സ് ഓഫ് കണ്ടീഷനിങ് ഉണ്ട്. ഒന്നെന്താണ് ക്ലാസിക്കൽ ആണ്, പിന്നെ അതുപോലെ തന്നെ എന്താണ്, ഒന്ന് ഓപ്പറാൻഡ് കണ്ടീഷനിങ് ആണ്. ഓക്കെ, ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ എന്താ പറയുന്നത്, ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ പറയുന്നത് നമ്മൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് പിന്നെ എന്താണ് ഈ സ്റ്റിമുലസ് അസോസിയേറ്റ് ചെയ്ത് നമ്മൾ കാര്യങ്ങൾ പഠിക്കാം കേട്ടോ. ഈ സ്റ്റിമുലസ് റെസ്പോൺസ് എന്ന രീതിയിൽ, അതായത് ഓരോ വിഷയം നമ്മൾ അസോസിയേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ അതാണ് ഈ പറയുന്ന ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ഓപ്പറാൻഡ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, റിവാർഡ് ആൻഡ് പണിഷ്മെന്റ്. നമ്മളൊരു കാര്യത്തിന്റെ അല്ലെങ്കിൽ നമുക്ക് കോൺസിക്വൻസ് എന്ന് പറയാം കേട്ടോ, ഒരു കാര്യത്തിന്റെ കോൺസിക്വൻസിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ പഠിക്കുക, അതിന് പെർഫോം ചെയ്യുക, അതിനാണ് നമ്മൾ എന്താ പറയാ, ഓപ്പറാൻഡ് കണ്ടീഷനിങ് എന്ന് പറയാം. ഇതാണ് ബിഹേവിയർ ലേണിംഗ് തിയറിയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോർ ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ എന്നുള്ളത്. ഓക്കെ, എനിത്തിങ് എൽസ് ഇതിൽ നമ്മളൊന്നും ഡിസ്കസ് ചെയ്യാനൊന്നും ബാക്കിയില്ല. ഇതാണ് ബിഹേവിയർ ലേണിംഗ് തിയറി. ഓക്കെ, ഞാൻ പറഞ്ഞില്ല ഓരോ വീഡിയോയിൽ ഓരോ കോൺസെപ്റ്റ് അത്രേ ഉള്ളൂ. പിന്നെ അതിന്റെ കൂടുതൽ ഞാൻ, കാരണം അത് ഒരു കൈൻഡ് ഓഫ് ഫാറ്റ് ക്രിയേറ്റ് ചെയ്യും. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നല്ല വൃത്തിക്ക് ഓരോ വീഡിയോസ് നിങ്ങൾ കണ്ട് തന്നെ പഠിക്കുക. എന്നിട്ട് ഓരോ കോൺസെപ്റ്റുകളെ പറ്റി നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ നെക്സ്റ്റ് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അവിടെ അറിയാൻ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്, റിവിഷൻ നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഓരോന്ന് എഴുതി അടുത്ത കോൺസെപ്റ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത മുന്നേ ഉള്ള ഒരു ടോപ്പിക്ക് വായിച്ചിട്ട് അടുത്ത വീഡിയോയിലേക്ക് വരിക കേട്ടോ. അതായത് ഇനി നിങ്ങൾ അടുത്ത നെക്സ്റ്റ് തിയറി വായിക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യണം, ലേണിംഗ് തിയറി നോക്കുക, ബിഹേവിയർ ലേണിംഗ് തിയറി നോക്കുക, എന്നിട്ട് ആ വീഡിയോ കാണാം. ഓക്കെ, ആ രീതിയിൽ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആളുകൾ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. എന്തെങ്കിലും ക്വറീസോ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ കോൺടാക്ട് മീ വിത്ത് ഇൻ എനി ടൈം, ഇറ്റ്സ് ഫൈൻ. So we can discuss the things, we can discuss your doubts and everything. So that's all about today class. Thanks everyone.